ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ജന്മമെടുത്ത ആകർഷകമായ സസ്യജാലവും മനോഹരമായ പൂക്കളും നൽകുന്ന വളരെ വലിയ ഔഷധ ഗുണവുമുള്ള ഒരു പൂച്ചെടിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പർപ്പിൾ മോർണിംഗ് ഗ്ലോറി, മഹാലുങ്കി, കല്ലാന, ഗിഡ, പർപ്പിൾ കൺവോൾവുലസ്, അച്ചിഗിഡ, ആചാരിഗിഡ, കല്ലാന ഹംബു തുടങ്ങി ഇന്ത്യയിലെ പല പ്രാദേശിക സ്ഥലങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്നു. ആർജീരിയ സുനാറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെടി കോൺവോൾവുലേസി കുടുംബത്തിൽപ്പെട്ട ചുവന്ന പൂക്കൾ ഉണ്ടാകുന്ന ഒരു സിൽക്കി കുറ്റിച്ചെടിയാണ്. ഈ ചെടിയുടെ സവിശേഷത വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചെടി ഇന്ത്യയിൽ വ്യാപകമായി കണ്ടുവരുന്നത് കേരളത്തിൽ ഇടുക്കി, പാലക്കാട്, മഹാരാഷ്ട്രയിൽ പൂന, കർണാടകയിൽ ചിക്കമംഗളൂരു, കൂർഗ്, ധാർവാർ, ഹാസൻ, മൈസൂർ ആൻഡ് കണാര, ഷിമോഗ, തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ, ധർമ്മപുരി, ഡിണ്ടിഗൽ, ഈറോഡ്, കന്യാകുമാരി, നാമക്കൽ, നീലഗിരി, സേലം, തേനി, തിരുനെൽവേലി, തിരുവണ്ണാമലൈ, വെള്ളൂർ, വിളുപുരം, വിരുതുനഗർ എന്നിവിടങ്ങളിലാണ്. 150 മുതൽ 200 സെന്റിമീറ്റർ വരെ വളരുന്ന ഒരു ക്ലൈംബിംഗ് കുറ്റിച്ചെടിയാണിത്. ഇന്ത്യയുടെ പശ്ചിമഘട്ടത്തിലെയും കിഴക്കൻ ഘട്ടത്തിന്റെയും ഈർപ്പമുള്ള ഇലകൊഴിയും വനങ്ങളിലും പാറക്കെട്ടുകളിലും പുൽമേട്ടുകളിലുമാണ് ഈ ചെടി വ്യാപകമായി കണ്ടുവരുന്നത്. കട്ടിയുള്ളതും മാംസളവുമായ തണ്ടുകളും വലിയ കുന്താകാരത്തിലോ അണ്ഡാകൃതിയിലോ ഉള്ള കടും പച്ച നിറത്തിലുള്ള 10 സെന്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്ന ഇലകളാണ് ഇതിനുള്ളത്. സാധാരണയായി വെളുത്തതോ ഇളം പിങ്കോ കടും ചുവപ്പോ നിറത്തിലുള്ളതുമായ ആകർഷകമായ ഫണൽ ആകൃതിയിലുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത്. ഓഗസ്റ്റ്, ഫെബ്രുവരി മാസങ്ങളിലാണ് ഇത് പൂവിടുന്നത്. ഓഗസ്റ്റ് മുതൽ ഫെബ്രുവരി വരെ ദീർഘവൃത്താകൃതിയുള്ള കൂർത്ത ബെറിയായ മഞ്ഞ കലർന്ന തവിട്ട് നിറത്തിലുള്ള കായ്കൾ ഉണ്ടാകുന്നു. ഈ കായ്കൾ നവംബറിലാണ് ഉണ്ടാകുന്നത്. ആകർഷകമായ പൂക്കളും സസ്യജാലങ്ങളും കാരണം ഇത് പലപ്പോഴും ഒരു അലങ്കാര സസ്യമായി വളർത്തുന്നു. ഇതിന്റെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു സവിശേഷത ജൈവ വൈവിധ്യത്തിലുള്ള ഇതിന്റെ പങ്കാണ്. ആമവണ്ടുകളുടെ ആതിഥേയ സസ്യങ്ങളിൽ ഒന്നാണ് ഈ ചെടി. ഈ ചെടിയെ ആക്രമണകാരിയായി കണക്കാക്കുന്നില്ലെങ്കിലും വളരുന്ന അനുകൂല സാഹചര്യങ്ങളിൽ ഇത് ശക്തമായി പടർന്നു പന്തലിക്കാം. പൂന്തോട്ട ക്രമീകരണങ്ങളിൽ ഇത് അമിതമായി ആക്രമണാത്മകമാകുന്നത് തടയാൻ പ്രൂണിംഗ് നൽകാം. നല്ല വെയിലുള്ളതോ ഭാഗികമായ തണലുള്ളതുമായ സ്ഥലത്ത് നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് ഇത് വളരുന്നത്. വളർച്ചയെത്തിയാൽ ഇത് വരൾച്ചയെ അതിജീവിക്കുന്ന ഒരു ചെടിയാണ്. എങ്കിലും അമിത വരൾച്ചയുണ്ടായാൽ മിതമായ നനവും ആവശ്യമാണ്. പരമ്പരാഗതമായി ഒരു ഔഷധ സസ്യമായതുകൊണ്ട് തന്നെ ഇതിന്റെ pH ലെവൽ സംബന്ധിക്കുന്ന കാര്യമായ ഡാറ്റകൾ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിലും പല പൂച്ചെടികളെയും പോലെ 6 മുതൽ 7 വരെയുള്ള pH ലെവലാണ് ഇതിനും ഏറ്റവും അനുയോജ്യം. നിഷ്പക്ഷവും ചെറുതായി അസിഡിറ്റി ഉള്ളതുമായ മണ്ണാണ് ഇത്. ഈ ചെടി നടുന്നതിന് മുന്നേ നല്ല നീർവാർച്ചയുള്ളതും ജൈവവസ്തുക്കളാൽ സമ്പുഷ്ടമായ മണ്ണും ആണെന്ന് ഉറപ്പാക്കുക. അതിന് നന്നായി അഴുകിയ ജൈവവസ്തുക്കളോ കമ്പോസ്റ്റോ മണ്ണിൽ ചേർത്താൽ മതിയാകും. വസന്തകാലത്ത് ചെടിയുടെ ചുവട്ടിലെ മണ്ണിൽ സമീകൃതവും സാവധാനത്തിലുള്ളതുമായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ NPK 10ന്റെ തുല്യ അനുപാതത്തിലുള്ള സ്ലോ റിലീസ് വളം ഉപയോഗിക്കാം. വളരുന്ന സീസണിൽ വസന്തകാലത്തും വേനൽക്കാലത്തും 4-6 ആഴ്ചയിലൊരിക്കൽ വളപ്രയോഗം നടത്തുക. ശരത്കാലത്തും ശൈത്യകാലത്തും വളപ്രയോഗം കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാം. അമിതമായ വളപ്രയോഗം ഒഴിവാക്കുക. അത് ഈ ചെടിയുടെ ഇല പൊള്ളൽ അല്ലെങ്കിൽ പോഷക അസന്തുലിതാവസ്ഥ പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. മണ്ണിലേക്കും റൂട്ട് സോണിലേക്കും പോഷകങ്ങൾ വിതരണം ചെയ്യാൻ സഹായിക്കുന്നതിന് വളപ്രയോഗത്തിന് ശേഷം ചെടി നന്നായി നനയ്ക്കുക. മണ്ണ് സ്ഥിരമായി ഈർപ്പമുള്ളതാക്കുകയും വെള്ളം കെട്ടി നിൽക്കാതെയും ശ്രദ്ധിക്കുക. ജൈവവളമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മത്സ്യ എമൻഷൻ, കടൽ പയൽ സത്ത് അല്ലെങ്കിൽ കമ്പോസ്റ്റ് ടീ പോലുള്ളത് തിരഞ്ഞെടുക്കുക. ഇലകളുടെ മഞ്ഞ നിറം, വളർച്ചാ മുരടിപ്പ് അല്ലെങ്കിൽ ഇലപ്പൊള്ളൽ തുടങ്ങി പോഷകങ്ങളുടെ കുറവോ അമിതമായതിന്റെ ലക്ഷണങ്ങൾക്ക് ചെടി നിരീക്ഷിക്കുക. ചെടിയുടെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കി വളപ്രയോഗ രീതി ക്രമീകരിക്കുക. മുഞ്ഞ, വെള്ളീച്ച, ചിലന്തിക്കാശ്, മെലിബഗുകൾ എന്നിവയാണ് ഇതിനെ ബാധിക്കുന്ന കീടങ്ങൾ. പൂപ്പൽ, ലീഫ് സ്പോട്ട്, റൂട്ട് ചീയൽ തുടങ്ങിയവയാണ് ഇതിന്റെ രോഗങ്ങൾ. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മനുഷ്യനും ചുറ്റുമുള്ള സസ്യജാലങ്ങളും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനമാണ് എത്നോബോട്ടണി.
പുരാതന കാലം മുതൽ ഭക്ഷണം, മരുന്ന്, ഫർണിച്ചർ ഉപകരണങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ചായങ്ങൾ എന്നിവയുടെ പ്രധാന സ്രോതസ്സായി സസ്യങ്ങൾ മനുഷ്യരാശിക്ക് സഹായകമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തദ്ദേശീയരായ പരമ്പരാഗത വൈദ്യന്മാർ ഔഷധ സമ്പ്രദായങ്ങളിൽ ആരോഗ്യ സംരക്ഷണത്തിനായി ചില പ്രത്യേക രൂപീകരണങ്ങളിൽ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇന്ന് ആധുനിക ഔഷധ സംവിധാനങ്ങളിൽ പല സസ്യോദ്വിതീയ മെറ്റബോളിറ്റുകളും ചികിത്സാ ഏജന്റായി ഉപയോഗിക്കുന്നു. ഞങ്ങൾ ഐവി പാരഡൈസ് ചെടികളുടെ നടിയിലും പരിചരണവും കീടബാധയും വളപ്രയോഗവും ഒക്കെയാണ് പഠിച്ച് നിങ്ങളുടെ മുന്നിൽ വീഡിയോകളായി അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ പല സസ്യജാലങ്ങളെയും കുറിച്ച് ഞങ്ങൾ പഠിച്ചപ്പോൾ അതിന്റെ വിവിധ തലത്തിലുള്ള പ്രാധാന്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായി തോന്നി. പ്രത്യേകിച്ച് ഔഷധ പ്രാധാന്യം അധികം ആരും ശ്രദ്ധിക്കാതെ വ്യൂവേഴ്സിനെ ലഭിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഏറ്റവും ജനപ്രിയമായ ചില തലങ്ങൾ മാത്രം വിശകലനം ചെയ്ത് യൂട്യൂബ് പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളിൽ ചിലതൊക്കെ വരുന്നുണ്ടെങ്കിലും അതൊന്നും സമ്പൂർണ്ണമല്ലെന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അപൂർവങ്ങളായ ചെടികൾ കണ്ടെത്തിയും നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായ ചെടികളുടെ പോലും നിങ്ങൾ അറിയാത്ത ഔഷധ പ്രാധാന്യം കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതായി ഞങ്ങൾക്ക് തോന്നിയതും. ഈ ചെടിയും വളരെ വലിയ ഔഷധ പ്രാധാന്യമുള്ള ചെടിയാണ്. ഇതിൽ ലൈസർജീൻ, ചനോക്ലോവിൻ, സെറ്റോക്ലോവിൻ, ഐസോസെറ്റോക്ലേവിൻ തുടങ്ങിയ ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഐസോകിനോലിൻ, ഇൻഡോൾ, പൈറോളിഡിൻ, പ്രോപ്പൈൽ ആൽക്കലോയിഡുകൾ തുടങ്ങിയ ഫൈറ്റോ കെമിക്കലുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഇലകളിൽ ടാനിൻസ്, സ്റ്റിയറോയിഡുകൾ, ആൽക്കലോയിഡുകൾ, ഫിനോളിക് സംയുക്തങ്ങൾ, ഫ്ലവനോയിഡുകൾ, ഗ്ലൈക്കോസൈഡുകൾ, ട്രൈറ്റർപെനോയിഡുകൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എത്നോബൊട്ടാണിക്കൽ ഉപയോഗങ്ങൾ മനുഷ്യരുടെയും വെറ്റിനറി രോഗങ്ങളുടെയും പ്രതിവിധിയായി പരമ്പരാഗതമായി തന്നെ ഇത് ഉപയോഗിച്ചു വന്നിരുന്നു. സന്ധിവാതം, പ്രമേഹം, അസ്ഥിയുടെ ഒടിവ്, ചുണങ്ങ് എന്നിവയുടെ ചികിത്സയ്ക്കായി ഇത് ഉപയോഗിച്ചിരുന്നു. പ്രസവവേദന ആരംഭിക്കുന്നതിനും പ്രസവം സുഗമമാക്കുന്നതിനും മറുപിള്ളയെ പുറന്തള്ളുന്നതിനുമായിട്ടാണ് ഇതിന്റെ റൂട്ട് എക്സ്ട്രാക്ട് ചെയ്ത് നൽകിയിരുന്നത്. മൃഗങ്ങളുടെ തൊണ്ടയിലെ വീക്കം, വിശപ്പില്ലായ്മ എന്നിവ ചികിത്സിക്കുന്നതിന്റെ ഭാഗമായി ഇതിന്റെ ഇലകളിൽ നിന്നുള്ള സത്ത് കന്നുകാലികൾക്ക് നൽകിയിരുന്നു. പ്രമേഹ ചികിത്സയ്ക്കും ഇതിന്റെ ഇലകൾ പ്രാചീനമായി ഉപയോഗിച്ചിരുന്നു. കർണാടകയിലെ ജനുകുർബാസ് എന്ന സ്ഥലത്ത് വേദനയുള്ള സന്ധികളിൽ മസാജ് ചെയ്യാൻ ഇതിന്റെ ഇലയും ലെൻഡാനയുടെ ഇലകളും ചേർത്ത് പൊടിച്ചുള്ള മിശ്രിതം ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ ഇലകൾ കൊണ്ടുണ്ടാകുന്ന പേസ്റ്റ് പനിയുടെ ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്നു. ചില ഔഷധ പ്രവർത്തനങ്ങളുടെ പഠനത്തിൽ ആന്റി ഡയബറ്റിക് അതുപോലെ ആന്റി ഓക്സിഡൈറ്റിക് ഔഷധ പ്രവർത്തനങ്ങൾ ഈ ചെടി കാണിക്കുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഇലകളിലെ എത്തനോൾ സത്ത് സിറം ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നതിനും ശരീരഭാരം മെച്ചപ്പെടുത്തുന്നതിനും ലിപ്പിഡ് പ്രൊഫൈലിൽ മാറ്റം വരുത്തുന്നതിനും ഉയർന്ന സാന്ദ്രതയിലുള്ള ലിപ്പോപ്രോട്ടീനുകളുടെയും മൊത്തം പ്രോട്ടീനുകളുടെയും അളവ് വർദ്ധിപ്പിക്കുന്നതിനും ഗണ്യമായ ആന്റിബയോട്ടിക് പ്രവർത്തനം കാഴ്ചവെക്കുന്നു. അതോടൊപ്പം ഇതിന്റെ ആന്റി ഓക്സിഡൈൽ പ്രവർത്തനം കാരണം ചില ഔഷധ ഗുണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വേദന സംഹാരിയായും ആന്റിസെപ്റ്റിക്കായും പ്രവർത്തിച്ച് മുറിവുണക്കാനുള്ള സവിശേഷതയും ഇതിനുണ്ട്. അതോടൊപ്പം തന്നെ ട്രൈഗ്ലിസറൈഡുകൾ, കൊളസ്ട്രോൾ എന്നിവയുടെ അളവ് കുറയ്ക്കുന്നതായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വേദന സംഹാരിയായ ആന്റി പൈററ്റിക് ഗുണങ്ങളും ഇതിനുണ്ട്. ഇതിന്റെ ഇല, തണ്ട്, പൂക്കൾ എന്നിവയുടെ സത്തിൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ആന്റി ഫംഗൽ ഗുണങ്ങളും ഇതിനുണ്ട്. ഈ ചെടിയുടെ ഔഷധ സാധ്യതയെക്കുറിച്ച് ഇന്ത്യയിൽ ഏറ്റവും അധികം പഠനം നടത്തിയത് NES-ഉം SRNMN-ഉമാണ്. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റിയും SR നാഗപ്പശെട്ടി മെമ്മോറിയൽ നാഷണൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസും. ഈ ചെടിയെ പരമ്പരാഗത ആയുർവേദത്തിൽ വൃദ്ധധാരക എന്നാണ് അറിയപ്പെടുന്നത്. പരമ്പരാഗതമായി തന്നെ മുൻപ് സൂചിപ്പിച്ചതുപോലെ നിരവധി ഔഷധ ഗുണങ്ങൾ ഇത് പ്രദാനം ചെയ്യുന്നു. ആയുർവേദം പറയുന്ന ഇതിന്റെ പല ഔഷധ ഗുണങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങൾ പരിമിതമാണെങ്കിലും ഇന്ത്യയിൽ ജന്മമെടുത്ത സസ്യമായതുകൊണ്ട് തന്നെ ആയുർവേദം പോലുള്ള പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിൽ ഇത് വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ആയുർവേദത്തിൽ ഇതിന് വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സന്ധിവേദന, നീർവീക്കം തുടങ്ങിയ വീക്ക സംബന്ധമായ അവസ്ഥയെ ലഘൂകരിക്കാൻ ഇത് ഉപയോഗിക്കാം. ദഹനാരോഗ്യത്തെ പിന്തുണയ്ക്കാൻ ഇത് പരമ്പരാഗതമായി തന്നെ ഉപയോഗിച്ചു വന്നിരുന്നു. ഇത് ദഹനം മെച്ചപ്പെടുത്താനും ദഹനക്കേട് ഒഴിവാക്കാനും വയറുവേദന, ഗ്യാസ് തുടങ്ങിയ ദഹനനാളത്തിന്റെ അസ്വസ്ഥതകളുടെ ലക്ഷണങ്ങളെ ലഘൂകരിക്കാനും ഇത് സഹായിച്ചേക്കാം. ചില പരമ്പരാഗത വൈദ്യശാസ്ത്ര പ്രാക്ടീഷണർമാർ ശ്വസനാരോഗ്യത്തെ പിന്തുണയ്ക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ചുമ, ജലദോഷം, ശ്വാസതടസ്സം എന്നിവ ലഘൂകരിക്കാൻ ഇത് ഉപയോഗിക്കാം. ഇത് ശ്വാസോച്ഛ്വാസം പ്രോത്സാഹിപ്പിക്കുകയും ശ്വസന ഭാഗങ്ങൾ വൃത്തിയാക്കുകയും ചെയ്യുന്നു. മുൻപ് പറഞ്ഞതുപോലെ വേദന സംഹാരിയും കൂടിയാണിത്. പേശിവേദന, തലവേദന, സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ വേദന എന്നിവയുടെ വിവിധ അവസ്ഥകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. മുൻപ് പറഞ്ഞതുപോലെ ബയോ ആക്റ്റീവ് ഗുണങ്ങളുള്ള ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളും ഇതിനടങ്ങിയിട്ടുണ്ട്. അത് ശരീരത്തിലെ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനും ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറച്ച് വിട്ടുമാറാത്ത രോഗങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നു. ആയുർവേദത്തിൽ ഇത് സമ്മർദ്ദവും ഉത്കണ്ഠയും ലഘൂകരിക്കാനും ഉപയോഗിക്കുന്നു. ഇത് മനസ്സിനെയും നാഡീവ്യവസ്ഥയെയും ശാന്തമാക്കി വിശ്രമം നൽകുന്നു. അങ്ങനെ ശരീരത്തെ ഊർജ്ജസ്വലമാക്കുന്നു. ചില പരമ്പരാഗത വൈദ്യശാസ്ത്ര വിദഗ്ധർ ഈ ചെടിയെ ഒരു അഡാപ്റ്റോജനിക് സസ്യമായി കണക്കാക്കുന്നു. അതായത് ശരീരത്തെ സമ്മർദ്ദവുമായി പൊരുത്തപ്പെടാനും
ബാലൻസ് നിലനിർത്താനും സഹായിക്കുന്ന ഒരവസ്ഥയാണിത്. അത് ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷിയെയും ചൈതന്യത്തെയും പിന്തുണയ്ക്കും. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. പർപ്പിൾ മോർണിംഗ് ഗ്ലോറിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവ അടങ്ങിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.